പോസ് ഫോർ എ മൊമെന്റ്. കാഴ്ച ഒരനുഗ്രഹമാണെന്ന് മനസ്സിലാക്കാൻ എല്ലാം ഞാൻ കാണുന്നു. ഇമാജിൻ കാഴ്ചകൾ മങ്ങുന്ന ആ ദിവസം എന്റെ കണ്ണുകളെ ബാധിച്ച ഗ്ലോക്കോമ. ഗ്ലോക്കോമയുടെ പ്രധാന ലക്ഷണങ്ങളിൽ ഒന്നാവാം കൂർക്കം വലി. വശങ്ങളിലെ കാഴ്ച മങ്ങി ഒരു കുഴലിലൂടെ പോലെയായി ചുരുങ്ങുന്നു. ട്രീറ്റ് ഏർലി ഫോർ ഗ്ലോക്കോമ. സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും മാതൃകയാണ് നബിയുടെ ജീവിതം ലോകത്തിന് നൽകുന്ന സന്ദേശമെന്ന് കാഞ്ഞിരക്കോട് ജുമാ മസ്ജിദ് സദർ ഉസ്താദ്. നബിയുടെ വചനങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം വിശ്വാസികൾക്ക് നബിദിനാശംസകൾ നേർന്നു. പരസ്പര സാഹോദര്യത്തിന്റെയും സമാധാനത്തിന്റെയും സഹിഷ്ണുതയുടെയും ഉദാത്ത മാതൃക പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ ജീവിതത്തിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടാണ് ലോകത്തോട് ഇവിടെ പറഞ്ഞത്. നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങളുടെ ഏറ്റവും മുത്തന്മാർ നിങ്ങളുടെ കുടുംബത്തോട് വളരെ മാന്യമായി പെരുമാറുന്നവരാണ്. നിങ്ങൾ എൻ്റെ കുടുംബത്തോട് വന്ന് ചോദിച്ചു നോക്കൂ, ഞാൻ അവരോട് ഏറ്റവും നല്ല രീതിയിൽ ഏറ്റവും മാന്യമായി പെരുമാറുന്ന ആളാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയുണ്ടായി. അതിലൂടെ നമുക്ക് പഠിപ്പിക്കുന്നത്, പൊതുസമൂഹത്തോട് മാത്രം മാന്യത പുലർത്തിയാൽ പോരാ, മറിച്ച് തൻ്റെ കുടുംബത്തോടും വളരെ മാന്യമായി കൊണ്ടായിരിക്കണം പെരുമാറേണ്ടത് എന്ന് പ്രവാചകൻ ലോകത്തോട് പഠിപ്പിക്കുകയുണ്ടായി. അതുമാത്രമല്ല, സഹജീവികളുടെ കാരുണ്യത്തിന്റെ സഹാനുഭൂതിയുടെ വലിയ ഒരു പ്രവിശാലമായ ലോകം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ലോകത്തിന് കാണിച്ചു കൊടുത്തു. സഹജീവികളോട് പോലും, അതല്ല മനുഷ്യേതര ജീവികളോട് പോലും കരുണയോടുകൂടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പെരുമാറിയത് നമുക്ക് അവരുടെ ജീവിതത്തിൽ കാണാൻ കഴിയും. പ്രാവിൻ കുഞ്ഞുങ്ങളെ സമ്മാനമായി കൊണ്ടുവന്ന കുട്ടികളോട് പ്രവാചകൻ പറഞ്ഞു, അല്ലയോ മക്കളെ, അതിന്റെ തള്ളപ്പക്ഷിക്ക് അത് വളരെയധികം വേദനയായിരിക്കും, അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് അതിന്റെ കൂട്ടിലേക്ക് കൊണ്ടുപോയി വിടണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മക്കളോട് പറയുന്നതിലൂടെ എല്ലാ ജീവികളോടും കാരുണ്യത്തോടുകൂടെ പെരുമാറണമെന്ന് പ്രവാചകൻ ലോകത്തോട് പഠിപ്പിക്കുകയാണ്. തന്റെ തട്ടത്തിൽ കിടന്നുറങ്ങിയ ആ പൂച്ചയുടെ ഉറക്കമുണർത്താതെ കാത്തുനിന്നുകൊണ്ട്, അത് ഉറക്കമുണരുന്നതുവരെ കാത്തുനിന്നുകൊണ്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മറ്റു ജീവികളോട് എങ്ങനെ കാരുണ്യത്തോടുകൂടെ പെരുമാറണമെന്ന് ലോകത്തോട് പഠിപ്പിക്കുകയുണ്ടായി. ഇതുപോലെ തന്റെ ജീവിതം മുഴുവനും ലോകത്തിന് പഠനാർഹമായ ഒരു വലിയ പുസ്തകമായിട്ടാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളിൽ നിന്നും വിട പറഞ്ഞത്. ഓരോ നബിദിനവും ഓരോ പ്രവാചക ജന്മദിനവും ഈ ലോകത്തിന് സമ്മാനിക്കുന്നതും ആ പ്രവാചകൻ ലോകത്തോട് പഠിപ്പിച്ചിരുന്ന ദർശനങ്ങളാണ്. അത് ജീവിതത്തിൽ പകർത്താൻ വേണ്ടിയാണ് നാം ഓരോരുത്തരും പരിശ്രമിക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കാഞ്ഞിരക്കോട് മഹലിന്റെയും നൂറുൽ ഇസ്ലാം മദ്രസയുടെയും 1000 പ്രവാചക ജന്മദിനാശംസകൾ എല്ലാവർക്കും നേർന്നുകൊണ്ട് അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. You are watching VCV News.